അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് 23ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് ചെറിയ ക്ലാസ്സിൻ്റെ കൂടെ ചെറിയൊരു പരീക്ഷയും കൂടി ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ഏകദേശം 1-2 മാസം മുന്നേ ഒരു ചെറിയൊരു പരീക്ഷ നടത്തിയിരുന്നു. നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു സന്തോഷം ഉണ്ടാകുന്ന രൂപത്തിൽ പരീക്ഷയും അതിനോടനുബന്ധിച്ച ചെറിയ ഒരു ഗിഫ്റ്റും ഉണ്ടായിരിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ 10 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. പാഠവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ ആ 10 ചോദ്യത്തിൽ 10 ചോദ്യവും പിന്നെ കറക്റ്റായിട്ട് വാട്സപ്പിൽ താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ അയച്ചു തരേണ്ടതാണ്. അപ്പോൾ ഒരാൾക്ക് ഒരു അവസരം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ 10 ചോദ്യം ഉണ്ടാവും. നമ്മുടെ പാഠവുമായി ബന്ധപ്പെട്ട് ഇതുവരെ നമ്മൾ പാഠെടുത്തതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും. അപ്പം ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ്സുകൾക്ക് സ്ഥിരമായി കേട്ട ആളുകൾക്ക് പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ 10 ചോദ്യമാണ്. ആ 10 ചോദ്യത്തിന് കറക്റ്റ് 1, 2, 3, 4, 5 അങ്ങനെ ഒരു പേപ്പറിൽ എഴുതുക. അത് 10 വരെ താഴോട്ട് നമ്പർ എഴുതുക. ആ 10നും ഓരോന്നും എന്ത് ചെയ്യുക, ഉത്തരം എഴുതിയതിന് ശേഷം അതൊരു ഫോട്ടോ എടുത്തുകൊണ്ട് അയച്ചു തരിക. വാട്സപ്പിൽ അയച്ചാൽ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്‌രിബിന് ശേഷം നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. രാത്രി ഒരു 9:15, 9:15 ഉള്ളിൽ ഉത്തരം അയച്ചിരിക്കണം. അതിൻ്റെ മുമ്പ് അയച്ച ആളുകൾക്ക് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അതിന് ശേഷം അയച്ച ആളുകൾക്ക് ഒരു കാരണവശാലും സ്വീകരിക്കുകയില്ല. സ്വീകരിക്കാത്തതിൻ്റെ പ്രശ്നം കാരണം ഒരുപാട് ആളുകൾ ഏറിപ്പോയാൽ, കൂടുതലായിപ്പോയാൽ പിന്നെ അത് നോക്കാൻ പ്രയാസമാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നുണ്ടാവും എന്നുള്ളത്, അതിൻ്റെ സമയവും പറഞ്ഞിരുന്നു ഏകദേശം. അപ്പോൾ ഇൻഷാ അല്ലാഹ് 9:15 ശേഷം ഏതെങ്കിലും കാരണവശാൽ നേരം വൈകിയാൽ അപ്പോൾ അത് നോക്കാൻ പ്രയാസം ഉണ്ടാവും. അപ്പോൾ അത് എന്ത് ചെയ്യുക, ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ആരും ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ പ്രയാസപ്പെടുത്താനോ പറഞ്ഞതല്ല. ചിലപ്പോൾ അതിന് മുമ്പ് എഴുതിയെടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ റേഞ്ച് വരാത്ത കാരണം കൊണ്ട് ചിലപ്പോൾ 9, 20, 30 ചിലപ്പോൾ ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മുൻകൂട്ടി പറഞ്ഞത്. അപ്പോൾ ക്ലാസ് കേൾക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക, വേഗം എഴുതിയെടുക്കുക. പിന്നെ അത് ഓരോ ക്ലാസ് ഓരോ ചോദ്യം ഇടയിൽ പറയും. ആ പറയുന്നതിനനുസരിച്ച് തന്നെ എന്ത് ചെയ്യുക, ഉത്തരം എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നേരെ കറക്റ്റാണ് എന്നൊന്നുകൂടി പരിശോധിച്ച് നോക്കുക. എന്നിട്ട് വേഗം അയച്ചു തരിക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഇന്നത്തെ ക്ലാസ് കൂടുതലായിട്ട് ഒരു വിശദീകരണം ഉണ്ടാവില്ല. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമ്മൾ ഓതുകയാണല്ലോ, ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പറയും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. താല്പര്യമുള്ള ആളുകൾ പിന്നെ ആരെങ്കിലൊക്കെ അതിൻ്റെ രണ്ട് ആളുകൾക്ക് പിന്നെ അതിൻ്റെ ഗിഫ്റ്റ് ലഭിക്കുകയുള്ളൂ. ഫസ്റ്റും സെക്കൻഡും ഏകദേശം ഒരു 10 ആൾ ഉത്തരം അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ 10 ആൾക്കും ശരിയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെ അത് വിജയിയെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് നറുക്കെടുപ്പ് ലൈവായിട്ട് കഴിഞ്ഞ ലൈവിൽ വന്നതുപോലെ തന്നെ പിന്നെ ഇന്ന് തിങ്കളാഴ്ചയാണല്ലോ, തിങ്കളാഴ്ച അല്ല, പിന്നെ ബുധനാഴ്ച ഇൻഷാ അല്ലാഹ് ബുധനാഴ്ച രാവിലെ ഒരു 5:45, ബുധനാഴ്ച രാവിലെ 5:45, 6 മണിൻ്റെ ഇടയിലായിട്ട് ഇൻഷാ അല്ലാഹ് ലൈവ് വരുന്നതായിരിക്കും. അതിന് സൗകര്യപ്പെട്ടിട്ടില്ല എങ്കിൽ ഇൻഷാ അല്ലാഹ് വ്യാഴാഴ്ച രാവിലെ ലൈവിൽ വരുന്നതായിരിക്കും. രാവിലെ 6 മണിക്ക് മുമ്പായിട്ട് ഒരു ലൈവിൽ വരികയും അത് പിന്നെ നറുക്കെടുപ്പിലൂടെ വിജയിയെ പ്രഖ്യാപിക്കുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് പിന്നെ സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി. ഇൻഷാ അല്ലാഹ് വിശുദ്ധ ഖുർആൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ അത് നമ്മൾ സമ്മാനം കിട്ടാൻ വേണ്ടിയല്ല, നമ്മൾ ഇതുവരെ പിന്നെ ക്ലാസ് കേൾക്കുകയും ആ ക്ലാസ് കേട്ടത് നമുക്ക് ഏകദേശം തിരിഞ്ഞിക്കണോ എന്നുള്ളത് ചെറിയൊരു നിലക്ക് ഉള്ള ഒരു ചോദ്യവും. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നമുക്ക് പിന്നെ ഒരു വലിയ ഉത്സാഹം, പഠിക്കാനൊക്കെ ഉള്ള ഒരു താല്പര്യം കൂടുകയൊക്കെ ചെയ്യും. അത് ഞാൻ പ്രായവ്യത്യാസം നോക്കണ്ട, നമ്മൾക്ക് എന്ത് ചെയ്യുക, എല്ലാവരും എന്ത് ചെയ്യുക, അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ സമയത്തിൻ്റെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. സൂറത്തുൽ ബഖറയുടെ 265 ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പാരായണം ചെയ്തത്. ഇൻഷാ അല്ലാഹ് ഇന്ന് 266 ആയത്ത് മുതൽ 272 ആയത്ത് വരെയാണ് പാരായണം ചെയ്യുന്നത്.
അതിൻ്റെ ഇടയിലുള്ള 10 ചോദ്യങ്ങളായിരിക്കും. വളരെ കുറഞ്ഞ സമയത്ത് സാധാരണ ഉള്ളതുപോലെ വലിയ ഒരു ക്ലാസ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നില്ല. അപ്പം എന്ത് ചെയ്യുക, കാണുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യാം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെ ഉദ്ദേശങ്ങളും അള്ളാഹു തആല പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أيود أحدكم أن تكون له جنة أيود أحدكم أن تكون له جنة ലഹു എന്നുള്ളത് നീട്ടണം. ചെറിയൊരു വാവാടുണ്ട്, അത് ലഹു ലഹു ആ ഒരു നിലക്ക് നീട്ടുക. അൻ തകൂന ലഹു ജന്നത്തും മിൻ നഖീൽ. അപ്പോൾ ഇൻഷാ അല്ലാഹ് സാധാരണ നമ്മൾ ഓരോ ക്ലാസ്സിലും സുക്കൂനുള്ള നൂനിൻ്റെയും അതുപോലെ തന്നെ മീമിൻ്റെ ഒക്കെ നിയമങ്ങൾ നമ്മൾ അതിൻ്റെ ആ ഒരു നിയമങ്ങൾ നമ്മൾ കാണിക്കാറുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ കാണിക്കുന്നില്ല. ചെറിയൊരു പരീക്ഷ ആയതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായ ആളുകൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ഇനി അഥവാ വല്ല സംശയം ഉണ്ടെങ്കിൽ മുന്നിലുള്ള ക്ലാസ്സുകളൊക്കെ ഒന്ന് നോക്കിയാൽ അതിലുണ്ടാവും അതിൻ്റെ ചാർട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ കാര്യം ശ്രദ്ധിക്കുക. أن تكون له جنة من نخيل. നമ്മളെപ്പോഴും പറയുന്നത് പോലെ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവസാനം സുക്കൂൻ ചെയ്യണം. ഏതൊരക്ഷരത്തിലും സുക്കൂൻ ചെയ്യുക. മിൻ നഖീലിൻ എന്നുള്ളത് വഖഫ് ചെയ്യുമ്പോൾ മിൻ നഖീൽ. തൻവീൻ ഫത്ഹ് അല്ലാത്ത, തൻവീൻ ഡബിൾ ഫത്ഹ് ആയിട്ട് വരുന്ന അതല്ലാത്ത ബാക്കി ഏത് സ്ഥലത്ത് വഖഫ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നീട്ടാനുള്ള സ്ഥലമല്ലാത്ത ബാക്കി ഏത് സ്ഥലത്ത് വഖഫ് ചെയ്യുമ്പോഴും സുക്കൂനാണ് കൊടുക്കേണ്ടത്. മിൻ നഖീലിൻ എന്നുള്ളിടത്ത് മിൻ നഖീൽ. ജന്ന അല്ലെ, ശദ്ദുള്ള നൂന് ശദ്ദുള്ള മീം ഇതൊക്കെ നമ്മൾ മണിക്കേണ്ടതാണ്. ഇവിടെ രണ്ട്, ഒന്ന് ശദ്ദുള്ള നൂനുണ്ട്, ശദ്ദുള്ള മീമുണ്ട്. ജന്നത്തും അല്ലെ, ജന്നത്തും മിൻ നഖീലിൻ വഅഅനാബ്. ജന്നത്തും മിൻ നഖീലിൻ വഅഅനാബിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. من نخيل وأعناب تجري من تحتها الأنهار له فيها من كل الثمرات وأصابه الكبر وله ذرية ضعفاء. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു മദ് വന്നല്ലോ അല്ലേ? ഈ മദ് ആ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നു. ഈ മദ് ഏത് മദ്ദാണ്? ഒന്നാമത്തെ ചോദ്യമാണ്. ഈ മദ് ളുഅഫാ എന്നുള്ളത് ഏത് മദ്ദാണ്? നമ്പർ മാറാൻ പാടില്ല. നമ്പർ മാറാതെ കൃത്യമായിട്ട് എഴുതുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ 1 നമ്പർ ഇടുക. ആ നമ്പറിൻ്റെ അവിടെ ഈ മദ് ഏതാണെന്നുള്ളത് അവിടെ എഴുതി കൊടുക്കുക. അപ്പൊ ഇവിടെ ളുഅഫാ എന്നുള്ളത് ഏത് മദ്ദാണ്? فأصابها إعصار فيه نار فاحترقت. അവിടെ വഖഫ് ചെയ്തു. അവിടെ താഴെ സുക്കൂൻ തന്നെയാണ്, അപ്പോൾ അവിടെ സുക്കൂൻ തന്നെ കൊടുത്താൽ മതി. كذلك يبين الله لكم الآيات لعلكم تتفكرون. നൂനിന് ഫത്ഹാണ്. ഫത്ഹ് ആകുമ്പോൾ സുക്കൂൻ കൊടുക്കണം അല്ലേ? تتفكرون
തതഫക്കറൂൻ. ഇവിടെ മദ് വന്നു, ഒരു മദ് വന്നല്ല, തതഫക്കറൂ ല്ലേ, നിർത്തിയപ്പോൾ ഒരു മദ് വന്നു. ആ മദ്ദിന്റെ പേരെന്താണ്? ഇപ്പൊ നമ്മള് രണ്ട് മദ്ദാണ് ചോദിച്ചത്, ഒന്ന് ദുആഫാ എന്നുള്ളതും മറ്റൊന്ന് തതഫക്കറൂൻ. നമുക്ക് ഈ ആയത്ത് ഒന്നുകൂടി ഓതി നോക്കാം. അയവദ്ദു അഹദുക്കും അൻ തകൂന ലഹു അൻ തകൂന അയവദ്ദു അഹദുക്കും അൻ തകൂന ലഹു ജന്നത്തും മിൻ നഖീലിൻ വഅനാബ്. അവിടെ നിർത്തിയപ്പോൾ എന്ത് ചെയ്തു? തൻവീൻ കസ്റാണ്, അതിന് സുക്കൂൻ കൊടുത്തു. وأعناب تجري من تحتها അവിടെ എന്ത് ചെയ്യണം? നിർത്തുമ്പോൾ അവിടെ നീട്ടിയിട്ട് തന്നെയാണ് വഖഫ് ചെയ്യേണ്ടത്. മിൻ തഹ്തിഹ, നീട്ടാനുണ്ടായത് കൊണ്ട് നീട്ടിയിട്ട് തന്നെയാണ് വഖഫ് ചെയ്യേണ്ടത്. തൻവീൻ ഫത്ഹും നീട്ടാനുള്ള സ്ഥലവും നീട്ടിയിട്ട് തന്നെയാണ് വഖഫ് ചെയ്യേണ്ടത്. മിൻ തഹ്തിഹൽ അൻഹാറു ലഹു ഫീഹാ മിൻ കുല്ലി ثمرات وأصابه الكبر وله ذرية ضعفاء فأصابها إعصار فيه نار فاحترقت كذلك يبين الله لكم الآيات لعلكم تتفكرون. ലക്കുമുൽ ആയാതി, ലക്കുമുൽ അവിടെ കൂട്ടി വായിക്കുമ്പോൾ ലക്കുമുൽ ആയാതി നീട്ടണം, കാരണം ആ ലാമിന്റെ ഇടയിലാണ് ഹംസ വന്നിട്ടുള്ളത്. അങ്ങനെ വരുമ്പോ അല്ലേ, ഹംസക്ക് ശേഷം ഒരു അലിഫ് ഉള്ളത് പോലെയാണ്. അലിഫ് ഉണ്ടല്ലോ അവിടെ. ലക്കുമുൽ ആയാതി ലഅല്ലക്കും തതഫക്കറൂൻ. അവിടെ കൂട്ടി വായിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആകാൻ സാധ്യതയുണ്ട്. ലക്കുമുല്ലായാത്തി എന്ന് അങ്ങനെ ആകാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. ലക്കുമുൽ ആയാതി ലഅല്ലക്കും തതഫക്കറൂൻ. രണ്ട് ചോദ്യമായി. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനു. നമ്മൾ പ്രത്യേകം പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ചാർട്ടിൽ കാണിക്കുന്നില്ല. സ്കൂളിലെ നൂനിന്റെയും മീമിന്റെയും നിയമങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ 22 ക്ലാസ്സുകളിലും നമ്മൾ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബ്തും. യാ മദ്ദുണ്ടല്ലേ. യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബ്തും ما كسبتم ومما أخرجنا لكم من الأرض ولا تيمموا الخبيث. വഖഫ് ചെയ്തു. ന് ഫത്ഹാണ്. വഖഫ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? സുക്കൂന് കൊടുക്കണം. പിന്നെ മാത്രമല്ല തൊട്ട് മുമ്പ് നീട്ടാനുള്ള ഒരക്ഷരമായതുകൊണ്ട് തന്നെ അവിടെ ഒരു മദ് വരുന്നുണ്ട്. ആ മദ്ദാണ് കഴിഞ്ഞ നമ്മൾ തതഫക്കറൂൻ എന്നുള്ളടത്ത് പറഞ്ഞത്. ولا تيمموا الخبيث منه تنفقون ولستم بآخذيه إلا أن تغمضوا فيه വലസ്തും ബിആഖിദി. അവിടെ മീമിന്റെ ശേഷം ബ വന്നിട്ടുണ്ട്. അവിടെ പ്രത്യേകം മീമിന്റെ നിയമങ്ങളാണ്, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. വലസ്തും ബിആഖിദിഹി ഇല്ലാ അൻ തുഗ്മിദു ഫീഹി. ولستم بآخذيه إلا أن تغمضوا فيه
واعلموا أن الله غني حميد غني حميد തൻവീന് ശേഷം ഹ വന്നു അല്ലേ? അവിടെ വെളിവാക്കണം. ഗനിയുൻ ഹമീദ് ഏതൊക്കെ നിയമം എന്നുള്ളത് നമ്മൾ വിശദമായിട്ട് പറഞ്ഞതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒന്നുകൂടെ يا أيها الذين آمنوا أنفقوا من طيبات ما كسبتم ومما أخرجنا لكم من الأرض ولا تيمموا الخبيث منه تنفقون ولستم بآخذيه إلا أن تغمضوا فيه واعلموا أن الله غني حميد 268 الشيطان നിർത്തുമ്പോൾ അശ്ശൈത്താൻ നൂന് ലമ്മാണ്, തൻവീൻ ഫത്ഹും നീട്ടാനുള്ളതുമാണെങ്കിലേ എന്ത് ചെയ്യുള്ളൂ, പിന്നെ നീട്ടുകയുള്ളൂ, അല്ലെങ്കിലൊക്കെ സുക്കൂൻ കൊടുക്കണം. അശ്ശൈത്താനു യഇദുക്കും. ഇവിടെ ആ എന്ന് വായിക്കാനുള്ള കാരണം എന്താണ്? അലിഫും ലാമും വന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട, അവിടെ ആ എന്നാണ് വായിക്കേണ്ടത്. തുടക്കത്തിലാണെങ്കിൽ അശ്ശൈത്താനു അല്ലേ? അല്ലെങ്കിലോ ആ പിന്നെ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതെന്ത് അലിഫാണ് ഹംസയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അശ്ശൈത്താനു യഇദുകുമുൽ ഫഖർ. അശ്ശൈത്താനു അലിഫും ലാമും വന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട, ആ എന്നാണ് തുടക്കത്തിൽ വായിക്കേണ്ടത്. കൂട്ടി വായിക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. الشيطان يعدكم الفقر ويأمركم بالفحشاء. ഇവിടെ മൂന്നാമത്തെ ചോദ്യമാണ് വയമുറുക്കും. മീമിന്റെ ശേഷം ബാ വന്നു. ഇവിടെ എന്താണ് നിയമം? മൂന്നാമത്തെ ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യം നമ്പർ മാറണ്ട. പിന്നെ ഞാൻ ഓരോന്നിനും ഓരോ ചോദ്യത്തിനും ഓരോ നമ്പർ പറയുന്നുണ്ട്. ആ നമ്പറാണ് നമ്മുടെ ചോദ്യം. വയമുറുക്കും ബിൽ ഫഹ്ശാ. മീമിന്റെ ശേഷം ബാ വന്നു. വല്ലാഹു യഇദുകും മഗ്ഫിറതൻ മിൻഹു വഫള. തൻവീൻ ഫത്ഹാണ്, വഖഫ് ചെയ്യുമ്പോൾ വഫള. മൂന്നാമത്തെ ചോദ്യം പറഞ്ഞു. നാലാമത്തെ ചോദ്യം കൂടി പറയുകയാണ്. വല്ലാഹു യഇദുകും മഗ്ഫിറ. മീമിന്റെ ശേഷം മീം വന്നാൽ യഇദുകും പിന്നെ മഗ്ഫിറ. ഇവിടെ മീമിന്റെ ശേഷം മീം വന്നിട്ടുണ്ട്. ഇവിടെ എന്താണ് നിയമം? അപ്പോൾ സുക്കൂനുള്ള മീമിന്റെ ശേഷം മീം വന്നിട്ടുണ്ട്. നാലാമത്തെ ചോദ്യമാണ്. സുക്കൂനുള്ള മീമിന്റെ ശേഷം മീം വന്നാൽ എന്താണ് നിയമം? വല്ലാഹു യഇദുകും മഗ്ഫിറതൻ മിൻഹു വഫള വല്ലാഹു വാസിഉൻ അലീം. ഒന്നുകൂടി. الشيطان يعدكم الفقر ويأمركم بالفحشاء والله يعدكم مغفرة منه وفضلا والله واسع عليم. 269. يؤتي الحكمة من يشاء. يؤتي എന്ന് പറയുന്നത് يؤتي الحكمة من يشاء. നൂനിന്റെ ശേഷം യാ വന്നു.
മൻ യശാ മദ് വന്നിട്ടുണ്ട്. മദ് ആ മദ് ഏതാണെന്നുള്ള കഴിഞ്ഞ ചോദ്യം വന്നിട്ടുണ്ട് അല്ലേ. മൻ യശാ വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറാ فقد أوتي خيرا كثيرا خيرا كثيرا. അഞ്ചാമത്തെ ചോദ്യമാണ് ഖൈറൻ കസീറ. തൻവീന്റെ ശേഷം കാഫ് വന്നിട്ടുണ്ട്. ഈ കാഫ് വന്നാൽ ഇവിടെ എന്താണ് നിയമം? ഊതിയ ഖൈറൻ കസീറ. ഇവിടെ എന്താ നിയമം? ആ നിയമത്തിന്റെ പേരാണ് എഴുതേണ്ടത്. നമ്മൾ സാധാരണ എപ്പോഴും പറയുന്ന ആ നിയമം എഴുതി കൊടുക്കുക. وما يذكر إلا أولو الألباب وما يذكر إلا أولو الألباب. يؤتي الحكمة من يشاء ومن يؤت الحكمة فقد أوتي خيرا كثيرا وما يذكر إلا أولو الألباب. 270 ആയത്താണ്. وما أنفقتم من نفقة أو نذرتم من نذر. അപ്പോ സുക്കൂനുള്ള നൂനിന്റെ ശേഷം നൂന് വന്നു, തെൻവീന്റെ ശേഷം ഹംസ വന്നു. ഇവിടൊക്കെ നിയമങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മീമിന്റെ ശേഷം മീം വന്നു. ഇങ്ങനെ ഓതുക. വമാ അൻഫഖ്തും മിൻ നഫഖത്തിൻ ഔ നദർതും മിൻ നദർ ഫഇന്നല്ലാഹ യഅലമു. വഖഫ് ചെയ്തു. ഇനി അവിടെ വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ ആഹു എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? ഫഇന്നല്ലാഹ യഅലമു. അവിടെ വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ ഹു എന്നത് എന്ത് ചെയ്യണം? സിമ്പിൾ ആയിട്ട് എഴുതിയാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. വമാ ലിൽസാലിമീന മിൻ അൻസാർ യഅലമു. വഖഫ് ചെയ്തു. വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം? ആ ഹു എന്നത് എന്ത് ചെയ്യണം? അപ്പൊ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതാം. അത് നമ്മളിങ്ങനെ കൂട്ടി വായിക്കൂലേ. അപ്പൊ അത് എന്താണ് ചെയ്യേണ്ടത്? വളരെ സിമ്പിളാണ്. അവിടെ നോക്കിയാൽ തന്നെ നമുക്ക് തിരിയും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ അത് 6ാമത്തെ ചോദ്യമാണ് അല്ലേ. ഇൻഷാ അല്ലാഹ്. വമാ ലിൽസാലിമീന മിൻ അൻസ്വാർ. إن تبدوا الصدقات فنعما هي وإن تخفوها وتؤتوها الفقراء فهو خير لكم وتؤتوها الفقراء فهو خير لكم. ഇതാണ് 7ാമത്തെ ചോദ്യം. ഖൈറുൽ ലക്കും. തൻവീന്റെ ശേഷം ലാം വന്നു. തൻവീനിന്റെ ശേഷം ലാം വന്നാൽ ഇവിടെയുള്ള നിയമം എന്താണ് അല്ലേ? തൻവീന്റെ ശേഷം ഖൈറുൽ ലക്കും എന്ന പദത്തില് ഇവിടെ എന്താണ് നിയമം? തൻവീന്റെ ശേഷം സാധാരണ ലാം എന്ന എന്താ നിയമം? ആ നിയമമാണ് എഴുതണ്ടേ. അപ്പൊ അത് 7 നമ്പർ ഇടുക. അതിന് നേരെ ആ നിയമം എഴുതിയാൽ മതി. ويكفر عنكم من سيئاتكم
والله بما تعملون خبير والله بما تعملون خبير. نور إن تبدوا الصدقات فنعما هي فنعما هي وقفتوا فنعما هي وإن تخفوها وتؤتوها الفقراء فهو خير لكم ويكفر عنكم من سيئاتكم والله بما تعملون خبير. 271 ഇൻഷാ അല്ലാഹ് ഒരു ആയത്തും കൂടി ഉള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. വാട്സപ്പിൽ നമ്മുടെ ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക, താഴെ നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ബുധനാഴ്ച രാവിലെ വരും, ലൈവിൽ വരും എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ വ്യാഴാഴ്ച രാവിലെ വരും എന്ന് പറഞ്ഞത്, മഗ്‌രിബിന്റെ ശേഷം പിന്നെ ലൈവിൽ കുറച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ രാവിലെ ആകുമ്പോൾ കുറച്ച് റേഞ്ച് കൂടുതലുണ്ടാവും. അപ്പോൾ അത് ക്ലിയർ ആവാൻ വേണ്ടിയാണ് രാവിലെ വരും എന്ന് പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്താൽ രാവിലെ വരുന്ന ആളുകൾ രാവിലെ ഒന്നും എന്ത് ചെയ്യാം, സുബഹി നിസ്കരിച്ചതിന് ശേഷം അല്പം വിശുദ്ധ ഖുർആനൊക്കെ ഓതി ആ സമയത്താവുമ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് വന്ന് ലൈവിൽ പങ്കെടുക്കുക ഇൻഷാ അല്ലാഹ്. അതല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും നോക്കിയാൽ ആ സമയം നമ്മൾ എപ്പോൾ നോക്കിയാലും അതിൻ്റെ വീഡിയോ അവിടെ ഉണ്ടാവും, ഒന്ന് നോക്കിയാൽ മതി ഇൻഷാ അല്ലാഹ്. إن تبدوا الصدقات إن تبدوا الصدقات فنعما هي وإن تخفوها وتؤتوها الفقراء فهو خير لكم ويكفر عنكم من سيئاتكم والله بما تعملون خبير. ليس عليك هداهم ഇവിടെ ലൈസ അല്ലെങ്കിൽ അലൈക ഇവർ രണ്ടിടത്തും നിർത്തുമ്പോൾ വഖഫ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അഥവാ നിർത്തുകയാണെങ്കിൽ ലൈസ അലൈക് അല്ലെങ്കിൽ ലൈസ അലൈക് ഇവിടെ ഒരു മദ് വരുന്നുണ്ട്. ഈ മദ് ഏത് മദ്ദാണ്, ഈ മദ് ഏത് മദ്ദാണ് എന്നുള്ളതാണ് എഴുതേണ്ടത്. ഇൻഷാല്ലാഹ് 8ാമത്തെ ചോദ്യമാണ്. 8 എന്ന് നമ്പർ ഇടുക, അതിന് നേരെ ഉത്തരം ഈ മദ് ഏതാണെന്ന് എഴുതിയാൽ മതി. അവിടെ നീട്ടണം എന്ന് നമുക്കറിയാലോ. അവിടെ നിർത്തുകയാണെങ്കിൽ ലൈസ് അല്ലെങ്കിൽ ലൈസ അലൈക് അല്ലേ, ഹുദാഹും വലാകിന്നല്ലാഹ്. ഇതാണ് 9ാമത്തെ ചോദ്യം. ഹുദാഹും വലാകിന്നല്ലാഹ്. സുക്കൂനുള്ള മീമിന്റെ ശേഷം വാവ് വന്നിട്ടുണ്ട്. ഈ സുക്കൂനുള്ള മീമിന്റെ ശേഷം വാവ് വന്നാൽ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് അടുത്ത നിയമം? ആ നിയമം ഇവിടെ എഴുതിയാൽ മതി. അറബിയിൽ എഴുതാ, അതിന് അറബിയെ പേര് അറിയുന്നുണ്ടെങ്കിൽ അതിന്റെ പേര് അറബിയിൽ എഴുതാ, അല്ലെങ്കിൽ അത് എന്താ ചെയ്യേണ്ടത് അത് എഴുതാ. ഹുദാഹും വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ ഫലിഅൻഫുസികും وما تنفقوا من خير فلأنفسكم وما تنفقون إلا ابتغاء وجه الله وما تنفقون إلا ابتغاء وجه الله
وما تنفقون إلا ابتغاء وجه الله. ഇവിടെയാണ് 10ാമത്തെ ചോദ്യമുള്ളത്. ഇല്ല ഇബ്തിഗാഅ വജ്ഹില്ലാഹ്. ഇവിടെയുള്ള ഈ ഒരു അലിഫ് കണ്ടില്ലേ, ഇല്ല കഴിഞ്ഞിട്ട് അല്ലേ ആ ഒരു സ്വാദിന്റെ ചിഹ്നമുള്ളത്, ആ അലിഫ് അതെന്തിനുള്ളതാണ് അല്ലേ, അതെന്താണ് ചെയ്യേണ്ടത്? 10ാമത്തെ ചോദ്യമാണ്, ആ അലിഫ് എന്താണ് ചെയ്യേണ്ടത്? സിമ്പിളായിട്ട് എഴുതിയാൽ മതി. അതെന്ത് ചെയ്യണം, പിന്നെ അത് ഒഴിവാക്കണോ, അല്ലെങ്കിൽ അത് പറയണോ, അല്ലെങ്കിൽ പിന്നെ കൂട്ടി വായിക്കുമ്പോൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നിർത്തി വായിച്ചാൽ എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു നിലക്ക് എന്ത് ചെയ്യാം, ഒരു ഉത്തരമാകുന്ന രൂപത്തിൽ അത് എഴുതാം. അത് സാധാരണ നമ്മൾ ക്ലാസ്സിലൊക്കെ എപ്പോഴും പറയുന്നതാണ്. ആ പിന്നെ അലിഫ്, അതിൻ്റെ ഒരു പേരുണ്ട് അല്ലേ, അതെന്താണ്, എന്താണ് അവിടെ ചെയ്യേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യാം, ഉത്തരം ഒരു പിന്നെ ഉത്തരമാകുന്ന രൂപത്തിൽ അത് നമ്മൾ സാധാരണ എപ്പോഴും പറയുന്നതാണ്. അത് ഉത്തരമാകുന്ന രൂപത്തിൽ ഒന്ന് എഴുതുക ഇൻഷാ അല്ലാഹ്. وما تنفقون إلا ابتغاء وجه الله وما تنفقوا من خير يوفى إليكم وأنتم لا تظلمون. അപ്പോൾ 10 ചോദ്യം പറഞ്ഞിട്ടുണ്ട്. 10 ചോദ്യം കൃത്യമായിട്ട് ഓരോന്നായിട്ട് പിന്നെ കേൾക്കുക. ആ കേട്ടതിന് ശേഷം എന്ത് ചെയ്യുക, ഓരോന്ന് ഉത്തരം എഴുതുക ഇൻഷാ അല്ലാഹ്. ഇന്ന് 9:15 രാത്രി 9:15 നമ്മുടെ ഇന്ത്യൻ സമയം 9:15 ഉള്ളിൽ ഗൾഫിൽ നിന്ന് ആരെങ്കിലും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ അയക്കുമ്പോൾ അത് ഇന്ത്യൻ്റെ സമയം ഒന്ന് നോക്കിയിട്ടൊക്കെ അയക്കുക ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഇവിടുത്തെ സമയം നോക്കിയിട്ട് 9:15 നമുക്ക് എത്തിയിരിക്കണം ഇൻഷാ അല്ലാഹ്. 9:15 ശേഷമാണെങ്കിൽ ഞാൻ ഏതായാലും വാട്സപ്പിൽ പറയും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത് ആ നമ്പറിൽ തന്നെ എന്ത് ചെയ്യുക, അയക്കുക, വാട്സപ്പിൽ തന്നെ അയക്കുക. പിന്നെ കോൾ ആരും ചെയ്യണ്ട, ഉത്തരം ഇന്നതാണ് പറഞ്ഞു ഉസ്താദെ പിന്നെ എഴുതാൻ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് അയക്കണം. ചിലപ്പോൾ കോൾ എടുക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും സ്ഥലത്തായിരിക്കും, അപ്പോൾ അത് നോട്ട് ചെയ്യാൻ പ്രയാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ്, അല്ലാതെ പിന്നെ നിങ്ങൾ കോൾ ചെയ്യേണ്ട പ്രശ്നം ഉണ്ടായതുകൊണ്ടല്ല. അപ്പോൾ അത് വാട്സപ്പിൽ തന്നെ ഉത്തരം അയക്കേണ്ടതാണ്. ഉത്തരം അയക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളെ പേരോ കുട്ടികളുടെ പേരോ പിന്നെ ആരെങ്കിലും ഒരാൾ പേര് എഴുതിയിട്ട് എന്ത് ചെയ്യുക ഇൻഷാ അല്ലാഹ്. പിന്നെ പേരും സ്ഥലവും, നിങ്ങളെ പേരോ അല്ലെങ്കിൽ പിന്നെ ആണുങ്ങളാണെങ്കിൽ ആണുങ്ങളെ പേര് എഴുതാം, ഇനിയിപ്പോൾ പെണ്ണുങ്ങളാണെങ്കിൽ പെണ്ണുങ്ങളെ പേരോ അല്ലെങ്കിൽ പിന്നെ ഭർത്താവിൻ്റെ പേരോ അല്ലെങ്കിൽ കുട്ടികളുടെ പേരോ പിന്നെ നമുക്കൊരു പിന്നെ പേപ്പർ ഇങ്ങനെ നോക്കുമ്പോൾ സുബൈദ എന്ന് കാണുമ്പോൾ ഇതൊരു സുബൈദ എന്നായി മാത്രമാകാതെ സുബൈദ ചിലപ്പോൾ ഒരുപാട് സുബൈദകളുണ്ടാവും, പിന്നെ അതുപോലെ തന്നെ ഫാത്തിമ എന്നുള്ള ഒരുപാട് ഫാത്തിമ ഉണ്ടാവും. അപ്പം അങ്ങനെ ആയിഷ എന്നുള്ള ഒരുപാട് ആയിഷകളുണ്ടാവും. അപ്പം അത് എന്ത് ചെയ്യുക, തിരിയാൻ വേണ്ടിയാണ്. അപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ പേരും സ്ഥലവും എഴുതിയിട്ട് എന്ത് ചെയ്യുക, ആ പേപ്പറിൽ തന്നെ കാണുന്ന രൂപത്തിൽ തന്നെ ഫോട്ടോ എഴുതി അയച്ച് പിന്നെ തരിക ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ എവിടെത്തി, വമാ തുൻഫിഖൂ മിൻ ഖൈരി യുവഫ ഇലൈക്കും വഅൻതും ലാ തുദ്ലമൂൻ. അപ്പോൾ 10 ചോദ്യങ്ങൾ പറഞ്ഞു. ആ 10 ചോദ്യങ്ങൾ കൃത്യമായിട്ട് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:15 തന്നെ ഉത്തരം എഴുതി അയക്കാൻ വേണ്ടി ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. ലൈവിൽ വരുന്നതായിരിക്കും. ഏതെങ്കിലും നിലക്ക് ലൈവ് ക്ലിയർ അല്ലാത്ത ഒരവസ്ഥ വന്നാൽ ഇൻഷാ അല്ലാഹ് ബേജാറാണ്ട, ആ ലൈവ് പിന്നെ സേവ്ഡ് ആയിരിക്കും. അപ്പോൾ അത് പിന്നീട് ഞാൻ അതേപോലത്തെ അതേ വീഡിയോ തന്നെ അത് സേവ് ആയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ്. കാരണം ലൈവിൻ്റെത് പിന്നെ ലൈവ് ചെയ്യുന്ന സമയത്ത് പിന്നെ അത് ഓട്ടോമാറ്റിക്കലി സേവ് ആകുന്ന സിസ്റ്റം ഉണ്ട്. അപ്പോൾ അത് ലൈവിൽ ക്ലിയർ അല്ലെങ്കിൽ അത് സേവ് ആയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ അപ്പോൾ ഫസ്റ്റിന് കൊടുക്കാൻ ഉദ്ദേശിച്ചത് ഒരു വിശുദ്ധ ഖുർആൻ, അതിൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇൻഷാ അല്ലാഹ്
പിന്നെ താല്പര്യമുള്ള ആളുകൾക്ക് അത് ഫസ്റ്റ് ആർക്കെ കിട്ടുന്ന ഓൽക്ക് അനുസരിച്ച് അതിൻ്റെ വലിപ്പം കാര്യങ്ങളൊക്കെ പിന്നെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിലാണെങ്കിൽ പിന്നെ ചില ആൾക്കാർക്ക് ജ്യൂസ് കിട്ടിയാൽ തിരക്കടില്ല എന്നുണ്ടാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ ഏതായാലും വേണ്ടില്ല ഒരു ഗിഫ്റ്റ്, അത് ഗിഫ്റ്റ് ഏതായാലും വേണ്ടില്ല. അതുപോലെ തന്നെ സെക്കൻഡുള്ള ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് ഒരു തിരക്കടില്ലാത്തൊരു ഗിഫ്റ്റും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഏതായാലും എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്നുകൂടി എന്ത് ചെയ്യാം, പാരായണം ചെയ്യാൻ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരുപാട് പ്രയാസങ്ങൾ, രോഗമുള്ളവർ, കടമുള്ളവർ, കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകാൻ വേണ്ടി മക്കളുടെ കാര്യങ്ങളൊക്കെ പിന്നെ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത്, വീട്ടിലെ പ്രശ്നങ്ങൾ, കുടുംബപരമായ പ്രശ്നങ്ങൾ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രയാസങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് സന്തോഷങ്ങളൊക്കെ അറിയിച്ചവരൊക്കെ ഉണ്ട്. അല്ലാഹു തആല എല്ലാം റാഹത്താക്കി തരട്ടെ. നമ്മിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയവരുടെയൊക്കെ ഹദറാത്തിലേക്ക് നിനക്ക് മിസ്ൽ സവാബിന് എത്തിച്ചു കൊടുക്കട്ടെ. കഴിഞ്ഞ ദിവസം ഇന്ന് പിന്നെ നമ്മുടെ സ്ഥിരം പ്രേക്ഷകരായ 2 സഹോദരിമാർ ഉംറക്ക് പോവാന്ന് പറഞ്ഞു. അല്ലാഹു തആല അവിടെ ഉംറ പരിപൂർണമായിട്ടും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആസിയ അതുപോലെ തന്നെ ബിബാത്ത് എന്ന് പറയുന്ന 2 സഹോദരിമാരാണ്, ഉമ്മമാരാണ്. അവരുടെ യാത്രയും അതുപോലെ തന്നെ തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും റാഹത്താക്കി കൊടുക്കുമാറാകട്ടെ. ഉംറക്ക് അതിൻ്റെതായ രൂപത്തിലൊക്കെ നിർവഹിക്കാനൊക്കെ ഉള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമുക്കൊക്കെ പോകാനുള്ള ഒരുപാട് ആഗ്രഹമുള്ള, ഒരുപാട് ഹജ്ജിനും ഉംറക്കൊക്കെ പോകാൻ വേണ്ടി അതിനൊക്കെ തൗഫീഖ് കിട്ടാൻ വേണ്ടിയൊക്കെ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മരിക്കുന്നതിന് മുമ്പൊക്കെ തൗഫീഖ് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ചെയ്തവർക്ക് ഇനിയും ചെയ്യാനുള്ള സൗഭാഗ്യം അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ റഹീമായ റഹ്മാനെ റബ്ബേ, അതിനുള്ള എല്ലാ വഴികളും നീ തുറന്നു നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. എല്ലാ വഴികളും തുറന്ന് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ പാസ്പോർട്ടും ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രയാസങ്ങൾ പിന്നെ വഴികളൊക്കെ അല്ലാഹു തആല എത്രയും പെട്ടെന്ന് തന്നെ എളുപ്പമാക്കി തന്ന് നമുക്ക് സന്തോഷത്തോടുകൂടെ ഉംറയും ഹജ്ജും ഒക്കെ നിർവഹിക്കാനൊക്കെ ഉള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ റഹീമായ റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ നേതാവായ, നമ്മുടെ നേതാവായ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയൊക്കെ റൗള ശരീഫൊക്കെ ഒന്ന് സിയാറത്ത് ചെയ്യാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. ഈ മഹത്തായ വിശുദ്ധ ഖുർആന്റെ ഞങ്ങൾ ഓതിയ ഖിറാഅത്തിന്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളൊക്കെ ഒരുപാട് മുഅ്മിനീങ്ങൾ, സഹോദരി സഹോദരന്മാര്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ളവരും വിദേശത്തും അതുപോലെ തന്നെ ബാംഗ്ലൂരും അതുപോലെ തന്നെ തമിഴ്നാടും ലക്ഷദ്വീപും ഇങ്ങനെ തുടങ്ങിയതായ ഒരുപാട് ആളുകൾ, ഒരുപാട് നാട്ടിലുള്ള ഒരുപാട് ആളുകൾ, കർണാടകയിലുള്ള ആളുകൾ ഇതൊക്കെ വീക്ഷിക്കുന്നവരുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ പ്രായമുള്ളവരടക്കം 10, 60, 70, 80 വയസ്സായ ചെറുപ്പക്കാരടക്കം സാധാരണ എല്ലാ വിഷയത്തിലും പിന്നെ ഇപ്പോൾ തുടങ്ങിയ ഏതെങ്കിലും ഒരു വിഷയത്തിലൊക്കെ പിന്നെ ഏത് വിഷയമാണെങ്കിലും ഒരു അതിൻ്റെ സദസ്സ് വെച്ചാൽ അവിടെയൊക്കെ പ്രായമായ ആളുകളെയും കാണുക. അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷമുണ്ട്. ഒരുപാട് ചെറുപ്പക്കാരായ സഹോദരി സഹോദരന്മാര് വിശുദ്ധ ഖുർആൻ പഠിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ നമ്മുടെ ക്ലാസ്സിൽ സ്ഥിരമായിട്ട് പ്രേക്ഷകരായ ഒരുപാട് ആളുകളുണ്ട്. സ്വദേശത്തുള്ള ഒരുപാട് ആളുകൾ, വിദേശത്തുള്ള ആളുകൾ വിശുദ്ധ ഖുർആനോടുള്ള അത് എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ചു കിട്ടണം, അത് അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ പിന്നെ നാമുമായി ബന്ധപ്പെടുന്നുണ്ടോ. അല്ലാഹു തആല എല്ലാവർക്കും നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഹിഫ്ളും അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനൊക്കെ മനോഹരമായിട്ട് നല്ല സന്തോഷത്തോടുകൂടെ അതൊക്കെ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ആവേശമാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾക്ക് ഇനിയിപ്പോൾ ഒരു സദസ്സ് പോയിട്ട് ഒരാൾ കേൾക്കാൻ വേണ്ടി അല്ലെങ്കിലും ഒരു സദസ്സ് പോയിട്ട് നമ്മളിപ്പോൾ ഇരിക്കുകയാണെങ്കിൽ, ഒരു ദുആന്റെ സദസ്സാണ്, ഒരു യാസീൻ ഓതുകയാണെങ്കിൽ ഒരു മനസ്സറിഞ്ഞുകൊണ്ട് യാസീൻ ഓതാനുള്ള, കാരണം എന്താ, ആളുകൾ കേട്ടാൽ എന്താകും എന്നുള്ളതായ ഒരു പ്രയാസം. അപ്പൊ ആ ഒരു പ്രയാസം ഇൻഷാ അല്ലാഹ് ഇതോടുകൂടി തീരണം. നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ വാട്സപ്പിലുള്ള ക്ലാസ്സിൽ യാസീനാണ് ഇപ്പൊ തുടങ്ങിയിട്ടുള്ളത്, തുടക്കമായിട്ടുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക, ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുക, കൃത്യമായിട്ട് കേൾക്കുകയും യാസീന് തീരുന്ന, കാരണം നമ്മളൊക്കെ എപ്പോഴും ദിവസവും പാരായണം ചെയ്യുന്ന ഒരു സൂറത്താണ് വിശുദ്ധ ഖുർആൻ യാസീന്. ആ യാസീന് നമുക്കൊന്ന് മനോഹരമായിട്ട് മറ്റുള്ള സൂറത്തുകളെ പോലെയല്ല, സൂറത്തുൽ ബഖറയെ പോലെയല്ല, മറ്റുള്ള സൂറത്തുകളെ പോലെയല്ല. യാസീൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഓതുന്നതാണ്. നമുക്ക് ഒരുപാട് ആളുകൾ ഖത്മുകൾ തീർക്കുന്ന
ആഴ്ചയിലും 2 ആഴ്ച കൂടുമ്പോഴും മാസത്തിലൊക്കെ ഖത്മ് തീർക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്, ഒരുപാട് ഉമ്മമാര്, ഒരുപാട് സഹോദരന്മാര്, ഉപ്പമാര്. നമുക്ക് വേറെ പണിയൊന്നുമില്ല, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നേ. ഇങ്ങനെ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. കാര്യമായിട്ടും വർക്കുകളൊന്നും ഇല്ല, ഏകദേശം വീട്ടിലൊക്കെ ഒന്ന് വിശ്രമിക്കുന്ന ആളുകൾ. അപ്പോ അത് നല്ലൊരു തീരുമാനമാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. നമ്മളൊക്കെ മരണപ്പെടുന്ന സമയത്ത് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ നമ്മെ പഠിപ്പിച്ചത്, നമ്മുടെ ജീവിതം ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് മരണപ്പെടാമെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മെ പഠിപ്പിച്ചതാണ്. നാം ഏറ്റവും കൂടുതൽ ഏതുമായിട്ടാണോ ബന്ധപ്പെട്ടത് അതുമായിട്ടായിരിക്കും അവന്റെ ജീവിതം അവസാനിക്കുന്നത് എന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. അതൊക്കെ നമ്മളൊക്കെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതികളാണ് അല്ലേ. ഓരോ മരണവും നമുക്കൊക്കെ പാഠമാണ്. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വിശുദ്ധ ഖുർആനുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അതിലായിട്ട് തന്നെ നമുക്ക് മരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. അല്ലാഹു തആല ആ നിലക്ക് നല്ല ഇഖ്ലാസോടുകൂടെ ക്ലാസ് എടുക്കാനും ക്ലാസ് കേൾക്കാനും അതനുസരിച്ച് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ നിലയിലൊക്കെ നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ആ നിലയ്ക്ക് അതിൻ്റെതായ ബഹുമാനം, എപ്പോഴും പറയുന്നത് പോലെ വിശുദ്ധ ഖുർആനൊക്കെ അതിൻ്റെതായ ആ ഒരു ബഹുമാനത്തിൽ എപ്പോഴും നമ്മൾ വിശുദ്ധ ഖുർആനെ ഓതുമ്പോഴും മറ്റുള്ള എല്ലാ സംഗതികളൊക്കെ ചെയ്യുമ്പോഴും അതിൻ്റെതായ ആ ഒരു തഅലീം നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം. അല്ലാഹു തആല ആ നിലക്കൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുടുംബപരമായ പ്രയാസങ്ങൾ, സാമ്പത്തികമായ പ്രയാസങ്ങൾ, അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ, ശരീരത്തിന്റെ ഒരു ഭാഗത്ത് തളർന്നവര്, മറ്റുള്ള ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി പ്രയാസങ്ങൾ, രോഗങ്ങൾ പറഞ്ഞവരുണ്ട്. എല്ലാവരുടെയും രോഗങ്ങൾ അല്ലാഹു തആല പരിപൂർണമായിട്ടും ശമനം നൽകി പരിപൂർണ ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പരിപൂർണ ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ സംരംഭവുമായിട്ട് ഒരുപാട് ആളുകൾ സഹായിക്കുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സ്വദേശത്തുള്ള ആളുകൾ, വിദേശത്തുള്ള ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസികളായ ആളുകൾ. അവർ കാരണം കുറഞ്ഞ സമയം അവർക്ക് ചിലപ്പോൾ ഒഴിവുണ്ടാവുള്ളൂ. ആ ഒഴിവിന്റെ സമയം വിശുദ്ധ ഖുർആൻ പഠിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ നീക്കി വെക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സഹോദരന്മാരൊക്കെ നമ്മുടെ വീട്ടിലുള്ള ഒരുപാട് ജോലികളും മക്കളെ കാര്യങ്ങളൊക്കെ നോക്കുന്നവരാണ്. അതിൻ്റെയൊക്കെ ഇടയിൽ അതുപോലെ തന്നെ സഹോദരന്മാർ ജോലിക്കൊക്കെ പോകുന്നവരാണ്. ആ ജോലിയും കഴിഞ്ഞിട്ട് ഉള്ള സമയം നോക്കിയിട്ട് വിശുദ്ധ ഖുർആൻ പഠിക്കണമെന്ന താല്പര്യത്തോടെ ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ ഈ ക്ലാസ്സിലുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ്. നിസ്കരിക്കുമ്പോഴൊക്കെ ഫാത്തിഹയും അതുപോലെ തന്നെ മറ്റുള്ള സൂറത്തുകളൊക്കെ അതിൻ്റെതായ രൂപത്തിലൊക്കെ നമുക്കൊക്കെ പാരായണം ചെയ്തുകൊണ്ട് നിർവഹിക്കാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ മരണപ്പെട്ട് ചെല്ലുന്ന സമയത്ത് കൺകുളിർമ കാണാനുള്ള സൗഭാഗ്യം അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനെ റബ്ബേ, ഞങ്ങൾക്ക് ആഖിബത്തിനെ നന്നാക്കി തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് ഈ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് നിന്റെ കലാമാണ്. നമ്മുടെ നേതാവായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. ആ മുഅ്ജിസത്ത്, ആ വിശുദ്ധ ഖുർആൻ അതൊക്കെ പാരായണം ചെയ്യുക എന്നുള്ളത് അത് ഒരു വലിയ ആവേശത്തോടു കൂടെ ഒക്കെ ഞങ്ങൾക്ക് ചെയ്യുകയാണ്. ഞങ്ങൾക്ക് നല്ല ഇഖ്ലാസ് നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് ഈമാൻ നീ സലാമത്തിലാക്കി തരണേ റഹ്മാനെ. ഇതൊക്കെ ഞങ്ങൾക്ക് ഉപകരിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് വിശുദ്ധ ഖുർആൻ ഞങ്ങളൊക്കെ പാരായണം ചെയ്യുന്നത്. നാളെ ഖബറിൽ ചെല്ലുന്ന സമയത്ത്, മഹ്ശറിൽ ചെല്ലുന്ന സമയത്ത്, സിറാത്ത് പാലം കടക്കുന്ന സമയത്ത്, സ്വർഗീയ ലോകത്ത് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ ഒരുമിച്ച് കൂടുന്ന സമയത്ത് അവിടെ നിന്നൊക്കെ നല്ല ഉന്നതമായ പദവികൾ ലഭിച്ചുകൊണ്ട് ഇതൊക്കെ ആസ്വദിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്ക് നീ നൽകണേ റഹ്മാനെ. ഞങ്ങളെ പല നിലക്കും സഹായിക്കുന്നവരുണ്ട് റഹ്മാനെ റബ്ബെ. എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. നീ ഉൾപ്പെടുത്തണ റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ഞങ്ങളെ കൂട്ടുകാർ, കുടുംബക്കാർ, അയൽവാസികൾ റഹ്മാനെ റബ്ബെ, ഞങ്ങളെ സഹപ്രവർത്തകർ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, ഇങ്ങനെ പല നിലക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ധാരാളം ഖൈറായ കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇതുവരെ ഓതിയത് ഒന്നുകൂടി നമുക്ക് ഓതിയിട്ട് അവസാനിപ്പിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أيود أحدكم أن تكون له جنة من نخيل وأعناب تجري من تحتها الأنهار
له فيها من كل الثمرات وأصابه الكبر وله ذرية ضعفاء فأصابها إعصار فيه نار فاحترقت كذلك يبين الله لكم الآيات لعلكم تتفكرون يا أيها الذين آمنوا أنفقوا من طيبات ما كسبتم ومما أخرجنا لكم من الأرض ولا تيمموا الخبيث منه تنفقون ولستم بآخذيه إلا أن تغمضوا فيه واعلموا أن الله غني حميد الشيطان يعدكم الفقر ويأمركم بالفحشاء والله يعدكم مغفرة منه وفضلا والله واسع عليم يؤتي الحكمة من يشاء ومن يؤت الحكمة فقد أوتي خيرا كثيرا وما يذكر إلا أولو الألباب وما أنفقتم من نفقة أو نذرتم من نذر فإن الله يعلمه وما للظالمين من أنصار إن تبدوا الصدقات فنعما هي وإن تخفوها وتؤتوها الفقراء فهو خير لكم ويكفر عنكم من سيئاتكم والله بما تعملون خبير ليس عليك هداهم ولكن الله يهدي من يشاء وما تنفقوا من خير فلأنفسكم وما تنفقون إلا ابتغاء وجه الله وما تنفقوا من خير يوفى إليكم وأنتم لا تظلمون صدق الله